വേണം വേണം, അത് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം, എങ്ങനെയാന്ന് നോക്കിക്കോളാം. കാലിൻ്റെ ഒരു സിസ്റ്റം നോക്കട്ടെ. ആ, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്കിന്ന് പുതിയൊരാളെ പഠിക്കാം. കഴിഞ്ഞ തവണ ആരെയാണ് പഠിച്ചത്? ഓർക്കുന്നു, ശങ്കരാചാര്യ. ഓക്കെ, അതിനു മുമ്പോ? ആ, കറക്റ്റ്, സ്വാമി വിവേകാനന്ദ. ഇന്ന് പുതിയൊരാളെ പഠിക്കാം. പുതിയൊരാളെന്ന് പറഞ്ഞാൽ ആരെന്നറിയാമോ? ഈ സ്ഥലത്തിൻ്റെ ഉടമയെ പഠിക്കാം. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു ഉടമസ്ഥനുണ്ട്. ആ ഉടമസ്ഥനെ നമുക്ക് പഠിക്കാം. ആ വീട് കണ്ടില്ലേ? ആ വീടാണ് ആ ആളുടെ വീട്. പക്ഷെ ആ ആള് ഏകദേശം 64 വർഷം മുമ്പ് മരിച്ചുപോയി. എത്ര വർഷം മുമ്പ്? 64 വർഷം മുമ്പ് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പേര് അറിയാമോ? പറഞ്ഞോളൂ. പറയട്ടെ, ആരാണത്? പറഞ്ഞോ, ആരാണ്? മോൻ പറഞ്ഞോ, ഒരു പേരങ്ങ് പറ, അറിയാവുന്ന പേര് പറ. വിട്ടുപോയതാണോ പറയാൻ? അവന് മനസ്സിലുണ്ടെന്നുള്ള, ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ? അവൻ്റെ അവൻ്റെ കണ്ണി കിടന്നുള്ള വേറിങ്ങനെ ഉള്ളി കിടന്ന് തിങ്ങുന്നുണ്ട് ആ പേര്. പുരുഷോത്തമാനന്ദ. അദ്ദേഹത്തിൻ്റെ പേര് സന്യാസി ആയപ്പോഴുള്ള പേരാണ് പുരുഷോത്തമാനന്ദ. എന്താണ്? പുരുഷോത്തമാനന്ദ. ഞാൻ അദ്ദേഹത്തിൻ്റെ പടം കാണിക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ പടം. പുരുഷോത്തമാനന്ദ. മനസ്സിലായില്ലേ? 64 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഇവിടെയാണ് അദ്ദേഹം ജനിച്ച് വളർന്നത്. അദ്ദേഹത്തിൻ്റെ ആണ് ഈ ആശ്രമം. ഇവിടുത്തെ പ്രതിഷ്ഠ അദ്ദേഹമാണ്. മനസ്സിലായില്ലേ? ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടെ ഈ ആശ്രമത്തിൽ ഇതിനു മുമ്പ് നിങ്ങൾ വന്നിട്ടുണ്ടോ? അതാണ് ഭരണം. നമ്മുടെ നാട്ടിലുള്ള വലിയ ദിവ്യ പുരുഷന്മാരുടെ ആസ്ഥാനമാണിത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് നീലകണ്ഠൻ എന്നായിരുന്നു. നീലകണ്ഠൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര്. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ പേര് പാർവതി. അച്ഛൻ്റെ പേര് നാരായണൻ. അപ്പം നാരായണൻ്റെയും പാർവതിയുടെയും മകനാണ് ആര്? നീലകണ്ഠൻ. ഞാൻ പറയുന്ന പേരൊക്കെ ഓർത്തോ. നീലകണ്ഠൻ പിന്നീട് സന്യാസിയായപ്പോൾ ഏത് പേരിലായി? പുരുഷോത്തമാനന്ദ. ഓക്കെ. അപ്പോൾ അദ്ദേഹം ഈ നീലകണ്ഠൻ പഠിച്ചിരുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കിഴക്കേനട സ്കൂളിൽ. കിഴക്കേനട സ്കൂളിലാണ് പഠിച്ചിരുന്നത്. നമ്മുടെ കിഴക്കേനട സ്കൂൾ അന്ന് ഇംഗ്ലീഷ് സ്കൂളായിരുന്നു കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു അന്ന്. പ്രത്യേകിച്ച് സായിപ്പന്മാർ, ഇംഗ്ലീഷുകാർ നടത്തുന്ന സ്കൂളായിരുന്നു അത്.
അതേ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്. അന്ന് എല്ലാവരും ഇംഗ്ലീഷ് മീഡിയത്തിൽ വേണം പഠിക്കാൻ. മലയാളം മീഡിയത്തിൽ പഠിത്തമില്ല. അത് നല്ലൊരു കാലമാണല്ലേ. മലയാളത്തിൽ ആരും പഠിക്കുന്നില്ല, എല്ലാവരും ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. സ്കൂളെല്ലാം ഇംഗ്ലീഷിലാണ്, നടത്തുന്നതെല്ലാം സായിപ്പന്മാർ. ഞാൻ വിവേകാനന്ദൻ്റെ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞതല്ലേ, വിവേകാനന്ദൻ്റെ സാറ് സായിപ്പാണ്, ഇംഗ്ലീഷുകാരനാണ്. അപ്പം അന്ന് എല്ലാവരും ഇംഗ്ലീഷേ പഠിക്കും. നല്ല അല്ലേ? അപ്പം അന്നത്തെ ആ സ്റ്റാൻഡേർഡ് ആലോചിച്ച് നോക്കുക. എല്ലാവരും വൻ മിടുക്കന്മാരായിരുന്നു. ഇംഗ്ലീഷിലും ഒക്കെ നല്ല ജ്ഞാനവും ധാരാളം പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന വലിയ വലിയ മിടുക്കന്മാരായിരുന്നു അന്ന്. ഇദ്ദേഹം ഇവിടെ കിഴക്കേനട സ്കൂളിലാണ് പഠിച്ചത്. കിഴക്കേനട സ്കൂളിൽ അന്ന് എത്രാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു? ഇപ്പം എത്ര വരെ ഉണ്ട്? ഇപ്പം 7 വരെ. അന്നും 7 വരെ തന്നെയാണ്. അന്നും 7 വരെ തന്നെയാണ്. അപ്പോൾ 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ പഠിക്കാൻ ഇനി സൗകര്യമില്ല. നമ്മുടെ നാട്ടിൽ തിരുവല്ലയിൽ പിന്നെ പഠിക്കാൻ സൗകര്യമില്ല. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത ഒരു വീട്ടിൽ ഈ നീലകണ്ഠൻ ഇടയ്ക്കിടയ്ക്ക് കളിക്കാൻ പോകും. അപ്പോൾ കളിക്കാൻ പോകുമ്പോൾ അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ കയ്യിൽ ധാരാളം പുസ്തകങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് വീട്ടിൽ വരുമ്പം ആ പുസ്തകങ്ങൾ ഒരു പുസ്തകം ഒരു തവണ വായിച്ചാൽ കാണാതറിയാം. അതാണ് നീലകണ്ഠൻ്റെ ഒരു പ്രത്യേക കഴിവ്. ഒരു പുസ്തകം എടുത്ത് ഒരു തവണ വായിച്ചാൽ അത് മുഴുവൻ കാണാതറിയാം. അപ്പോൾ നല്ല കഴിവുള്ള കുട്ടിയല്ലേ. അപ്പം നാട്ടിലുള്ള പ്രായമായ ചില പ്രമാണികൾ പറഞ്ഞു, ഇവനെ എങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ നമുക്ക് വലുതായിട്ട് പഠിപ്പിക്കണം. അപ്പോൾ 7ാം ക്ലാസ് വരെയല്ലേ ആയുള്ളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കണമെങ്കിൽ പിന്നെ എവിടെ പോകണം? വേറെ എവിടെയെങ്കിലും പോകണം. അന്ന് 8ാം ക്ലാസ് പഠിക്കാൻ സൗകര്യമുള്ള ഏക സ്ഥലം ഏതായിരുന്നെന്നറിയാമോ? കോട്ടയം. കോട്ടയം എന്ന് കേട്ടിട്ടില്ലേ? കോട്ടയത്ത് CMS കോളേജ്, ഇന്ന് ആ കോളേജുണ്ട് അവിടെ. കോട്ടയം CMS കോളേജിലെ പിന്നെ പഠിക്കാൻ സൗകര്യമുള്ളൂ. അങ്ങനെ 8 മുതൽ 10 വരെ കോട്ടയം CMS കോളേജിലാണ് പഠിച്ചത്. അവിടെ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചത്. അപ്പോൾ പോകാൻ നേരത്ത് പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് ഇവിടുന്ന് രാവിലെ 5 മണിക്ക് നടക്കും. വണ്ടിയൊന്നുമില്ല, 5 മണിക്ക് നടക്കും. 5 മണിക്ക് നടന്നാൽ ഒരു 10 മണിയാവുമ്പോൾ അവിടെ എത്തും, കോട്ടയത്തെത്തും. അടുത്ത ആഴ്ച തിരിച്ച് ഇങ്ങോട്ട് നടക്കും, ഹോസ്റ്റലിൽ നിന്ന് തിരിച്ച് അങ്ങോട്ട് നടക്കും. ഈ നടപ്പ് നടന്ന് കാല് പൊട്ടിപ്പഴുത്തു. ഇത്രയും ദൂരം നടക്കുകയല്ലേ, കാലൊക്കെ പൊട്ടിപ്പഴുത്തു. അവസാനം കാലൊക്കെ വല്ലാതായി, പഠിക്കാൻ പോകാൻ പറ്റാതായി, അവിടെ നടക്കാൻ പറ്റാതായി. അങ്ങനെ കിടത്തിയാണ് ആളുകൾ വണ്ടിയിലൊക്കെ കയറ്റി, കാളവണ്ടിയിൽ കയറ്റി കിടത്തി ഇവിടെ ഈ വീട്ടിൽ കൊണ്ടുവന്നു. അന്ന് ഈ വീട് ഇവിടെയല്ല ഇരുന്നത്, ഇവിടെയാണ് ഇരുന്നത്. ഈ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ആ വീട്. ആ വീടിനെ അതേപോലെ മാറ്റി അവിടെ കൊണ്ടുവച്ചതാണ്. ഈ ആശ്രമം പണിയാൻ നേരത്ത് അതേപോലെ അങ്ങോട്ട് മാറ്റി അവിടെ സ്ഥാപിച്ചു. പൊളിച്ചില്ല, പൊളിക്കാതെ തന്നെ അങ്ങോട്ട് മാറ്റി. അതുകൊണ്ടാണ് ഇപ്പോൾ ആ വീട് നമുക്കിപ്പോൾ കാണാം, അല്ലെങ്കിൽ ആ വീട് പൊയ്പോയാന്. അപ്പോൾ അങ്ങനെ ഏതായാലും കാല് വയ്യാതായി, പിന്നെ സ്കൂളിൽ പോകാൻ പറ്റാതായി. അങ്ങനെ 10ാം ക്ലാസ് വരെ പഠിച്ചു എന്നുള്ളതല്ലാതെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ പല പല പരിപാടികളായിട്ട് നടന്നപ്പോൾ നീലകണ്ഠന് തോന്നി, നാട്ടിൽ നിന്നിട്ടൊരു ഗുണമില്ല, ഒരു കാര്യം ചെയ്യാം, നാട് വിട്ടു പോവാം. ഞാൻ കഴിഞ്ഞ തവണയും ശങ്കരാചാര്യർ അങ്ങനെയല്ലേ, നാടല്ലേ വിട്ടുപോയത്. അന്ന് ഈ പിള്ളേരൊക്കെ നാട് വിട്ടു പോകുമല്ലേ. നമ്മൾ കേട്ടവരല്ല, നമ്മൾ പഠിച്ചവരെല്ലാം നാട് വിട്ടുപോയവരാ. വിവേകാനന്ദനും അതെ, അതേപോലെ ശങ്കരാചാര്യരും അതെ, ഇപ്പം നീലാണ്ടനും അത് തന്നെ പണി. അതുകൊണ്ട് നിങ്ങൾ നാടൊന്നും വിട്ടു പോകല്ലോ കേട്ടോ. ഇന്ന് അത് അന്നത്തെ കാലത്തെ കഥയാണ് ഞാൻ പറയുന്നത്. ഇന്ന് നമുക്ക് ഉള്ള സൗകര്യമൊക്കെ ഉണ്ട്. അന്ന് സൗകര്യമില്ല, ഓരോരുത്തർക്കും പഠിക്കാനോ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യമില്ല. വീട്ടിൽ അതിനനുസരിച്ചുള്ള ധനമില്ല, പണമില്ല. അപ്പം നിങ്ങൾ ഓരോന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് മുട്ടായിയും അതുപോലുള്ള സാധനങ്ങളൊക്കെ വീട്ടിൽ അമ്മയും അച്ഛനും മേടിച്ചു തരും. അന്ന് അതിനൊന്നും സാധ്യതയില്ല, കാര്യം പണമില്ല. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ നടക്കില്ല. അങ്ങനെ ആഗ്രഹമില്ല വരുമ്പോഴാണ് ഈ കുട്ടികൾ ഇറങ്ങി പോകുന്നത് എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങ് പോയി. പിന്നെ അന്നൊരു വ്യത്യാസം ഉണ്ടായിരുന്നു, ഇന്നത്തെ പോലെ അല്ല. അന്ന് ഒരു 10 വയസ്സൊക്കെ ആയാൽ പ്രായപൂർത്തിയായ പോലെയാണ്. 10 വയസ്സായ ഒരു കുട്ടി പ്രായപൂർത്തിയായ പോലെയാണ്. അത്രയ്ക്ക് മുതിർന്ന ഒരു കുട്ടിയുടെ സ്വഭാവം വരും കുട്ടികൾക്ക്. 15 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ മുതിർന്ന ആളായി.
സ്വാമി വിവേകാനന്ദനൊക്കെ 15-ാമത്തെ വയസ്സിലാണ് സന്യാസം സ്വീകരിക്കാൻ പോയത്. അതായത് വീട്ടിൽ നിന്ന് മാറി നിന്നത്. അപ്പോൾ ശങ്കരാചാര്യർ എത്ര വയസ്സിലാണ് പോയത്? കഴിഞ്ഞോളം നമ്മൾ പറഞ്ഞല്ലേ, 6-ാം ക്ലാസ് 7-ാം ക്ലാസ് എത്തുമ്പോഴേ സ്ഥലം വിട്ടു. ബാലനായിരിക്കുമ്പോൾ തന്നെ സ്ഥലം വിട്ടു. അപ്പം അന്നൊക്കെ അത്ര ആകുമ്പോഴേക്കും വലിയ വലിയ ആളുകളാവും. ഇന്നത്തെ കാലത്തോ, ഇന്നത്തെ കാലം 10-25 വയസ്സായാലും വലുതാവില്ല. ആവോ? 25 വയസ്സായാലും പഠിത്തോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നതാണ്. അന്ന് കുട്ടികളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിക്കുകയും ജീവിതത്തിലേക്ക് ഇടപെടുകയും ചെയ്യും. അവരൊക്കെ അന്നത്തെ കുട്ടികളുടെ കഴിവ് അതായിരുന്നു. പെട്ടെന്ന് മനസ്സിലാക്കും, പെട്ടെന്ന് ഓർമ്മ വരും. ഇപ്പോൾ നമുക്ക് എന്ത് പറ്റി? നമ്മൾ എന്തെങ്കിലും ഓർക്കണമെങ്കിൽ ഉടൻ മൊബൈൽ നോക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നോക്കണം. മറ്റത് വേണ്ട, അവർക്ക് കാണാതറിയാം. അന്ന് അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ പറഞ്ഞു കൊടുത്താൽ മതി, കേട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കേട്ട് പഠിക്കുന്ന സിസ്റ്റം ഇല്ലാതായി. എന്ത് പറ്റി? നമ്മൾ എഴുതിയാണ് പഠിക്കുന്നതല്ല. അധ്യാപകർ പറഞ്ഞല്ല പഠിപ്പിക്കുന്നത്, നമ്മൾ എഴുതിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നീലാണ്ടൻ വിചാരിച്ചു ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തിരുവല്ലയിൽ നിന്നാൽ രക്ഷയില്ല. അങ്ങനെ നീലാണ്ടൻ ഇവിടുന്ന് നേരെ ആലപ്പുഴ വഴി, അന്ന് ഈ റോഡ് മാർഗം പോകാൻ പറ്റില്ല, വഴിയില്ല. അന്നെല്ലാം ഈ തോട് മാർഗം, തോട്ടിൽ കൂടെ വഞ്ചിയിലും വള്ളത്തിലുമൊക്കെ വേണം പോകാൻ. അപ്പം ഇവിടുന്ന് തോട് വഴി ആലപ്പുഴ വഴി എറണാകുളത്ത് ചെല്ലുന്നു. എറണാകുളത്ത് നിന്ന് അടുത്ത വഞ്ചി കയറി ഗുരുവായൂർ ചെന്നിറങ്ങും. അപ്പം എറണാകുളത്ത് വഞ്ചിയിൽ ചെന്നിറങ്ങുന്നു. എറണാകുളത്ത് നിന്ന് കാളവണ്ടിയിൽ ഗുരുവായൂർക്ക് പോകും. സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോഴും ഇതേ റൂട്ടിലാണ് സഞ്ചരിച്ചത്. കാളവണ്ടിയിലും വള്ളത്തിലുമൊക്കെ ആയിട്ടാണ് സഞ്ചരിച്ചത്. അപ്പം എല്ലാവരുടെയും സഞ്ചാര രീതി അതാണ്. കുമാരനാശാൻ എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. കുമാരനാശാൻ മരിച്ചത് എങ്ങനെയാണ്? കുമാരനാശാൻ മരിച്ചോ? അതുറപ്പാണോ? കുമാരനാശാൻ മരിച്ചത് എങ്ങനെയാണ്? ബോട്ട് യാത്രക്കിടയിലാണ്. ഇവിടെ പല്ലനയിൽ വെച്ച് ഹരിപ്പാടിനടുത്ത് ബോട്ട് മുങ്ങിപ്പോയി. അപ്പം അന്ന് ഇതാണ്, വള്ളത്തിലാണ്, ജലസ്രോതസ്സുകളാണ് ബോട്ട്, വള്ളം, ഇതിലൊക്കെയാണ് ആളുകൾ സഞ്ചരിക്കുക. അതുപോലെ നമ്മുടെ നീലാണ്ടൻ എങ്ങനെ പോയി? വള്ളത്തിലൊക്കെ കയറി കാളവണ്ടി കയറി എവിടെ പോയി? നീലാണ്ടൻ എവിടെയാണ് പോയേ? ഗുരുവായൂർ പോയി. നീലാണ്ടൻ ഗുരുവായൂർ പോയി അങ്ങ് താമസമല്ല, അവിടെ അങ്ങ് ചുറ്റിക്കറങ്ങി അവിടെ നടപ്പായി. അങ്ങനെ ഗുരുവായൂർ ചെന്ന് ശ്രീകൃഷ്ണനെ എന്നും തൊഴും. അങ്ങനെ വന്നപ്പോൾ മനസ്സിൽ ഇങ്ങനെ എന്ത് വന്നു? ഈ ഭഗവാനോടുള്ളൊരു ഇഷ്ടം വരാൻ തുടങ്ങി. എന്നും രാവിലെ എഴുന്നേൽക്കുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ്. അവിടുന്ന് പടച്ചോറോ അല്ലെങ്കിൽ അവിടുത്തെ പ്രസാദമൊക്കെ കഴിക്കാൻ കിട്ടും. അങ്ങനെ ഒരുപാട് പേരുണ്ട് ഗുരുവായൂർ, അതിപ്പോഴും ഉണ്ട് ഗുരുവായൂർ. അങ്ങനെ നീലാണ്ടൻ കുറേ കാലം. അപ്പോൾ ഇവിടെയൊക്കെ അന്നൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കാര്യം ആരെയും അന്വേഷിക്കാൻ പറ്റും. അതുകൊണ്ട് ഇവരെ അച്ഛനും അമ്മയൊക്കെ വളരെ വിഷമിച്ച് എവിടെ പോയെന്നറിഞ്ഞില്ല. പോയിട്ട് വരും എന്നൊക്കെ എല്ലാവരും സമാധാനിച്ചു. അല്ല, അന്വേഷിച്ച് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ നീലാണ്ടൻ ഗുരുവായൂരിൽ നിന്ന് ശ്രീകൃഷ്ണനെ എന്നും തൊഴും. ശ്രീകൃഷ്ണനെ തൊഴുത് ശ്രീകൃഷ്ണൻ്റെ അടുത്ത് അവിടുത്തെ പ്രസാദമൊക്കെ കഴിച്ച് അങ്ങനെ കഴിഞ്ഞുകൂടി കുറേ കഴിഞ്ഞപ്പം നീലാണ്ടന് അതും മതിയായി. അപ്പം നീലാണ്ടൻ വിചാരിച്ചു, വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ വിഷമിക്കുകയായിരിക്കുമല്ലേ, എന്നാൽ തിരിച്ച് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് നീലാണ്ടൻ തിരിച്ച് വീട്ടിൽ വന്ന്. അപ്പോൾ നീലാണ്ടൻ തിരിച്ചു വന്നപ്പോഴേക്കും അമ്മയ്ക്കും അച്ഛനൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ അപ്പം നീലാണ്ടനോട് പറഞ്ഞു, എടാ നീ പകുതി പഠിച്ചിട്ടല്ലേ പോയത്, പഠിപ്പത്ത് പൂർത്തിയാക്കിയില്ല. കാര്യം കാല് വയ്യാതായതുകൊണ്ട് പിന്നെ പഠനം പൂർത്തിയായില്ല, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ CMS കോളേജിൽ വീണ്ടും ചേർന്ന് പഠനം കംപ്ലീറ്റ് ചെയ്തു. 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ പഠനം പൂർത്തിയായി. 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അന്നത്തെ കാലത്ത് പഠനം പൂർത്തിയായ പോലെയാണ് മിക്കവാറും എല്ലാവരും. അതിൻ്റെ മുകളിലേക്കൊന്നും ആരും അധികം പോകാറില്ല. പിന്നെ എന്തെങ്കിലും ജോലിക്കൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പം നീലാണ്ടൻ ഈ ശ്രീകൃഷ്ണൻ്റെ അടുത്ത് പോയുള്ള പരിചയം കൊണ്ട് എന്ത് പറ്റി? ശ്രീകൃഷ്ണനുമായിട്ടുള്ള സഹവാസം ഉണ്ടായിരുന്നല്ലോ കുറേ കാലം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എവിടെ പോകും? സ്വാഭാവികമായിട്ട് തിരുവല്ലയിൽ വന്നാൽ എവിടെ പോകും? ശ്രീകൃഷ്ണനുമായിട്ടാണ് അടുപ്പം. അങ്ങനെയാണെങ്കിൽ തിരുവല്ലയിലാണെങ്കിൽ നമ്മൾ എവിടെ പോകും? ശ്രീകൃഷ്ണനുമായിട്ടാണ് അടുപ്പം. അപ്പം തിരുവല്ലയിലാകുമ്പോൾ നമ്മൾ എവിടെ പോകും? മോശമാണ്. നമ്മുടെ ദേശദേവനാരാ? ശ്രീവല്ലഭൻ. അത് മറന്നുപോയാ നിങ്ങൾ? എന്നിട്ട് എന്നാ പറയാൻ ഞാൻ? നമ്മുടെ ശ്രീവല്ലഭനെ മറന്നുപോയാ എന്താ നിങ്ങൾ? വീട്ടിൽ ശ്രീവല്ലഭൻ്റെ പടമില്ലേ? ശ്രീവല്ലഭൻ്റെ നാമം ജപിക്കാറില്ലേ?
ഇന്ന് മുതൽ വീട്ടിൽ പോയി എല്ലാവരും വൈകുന്നേരം ശ്രീവല്ലഭ സ്തുതി നാമം ജപിക്കണം, മറക്കരുത്. അതുകൊണ്ടാണ് നിങ്ങൾ മറന്നുപോയത്. മോശം, വളരെ മോശം. ശ്രീവല്ലഭനെ മറന്നുകൊണ്ട് നമ്മളിവിടെ ജീവിക്കാൻ പറ്റൂല. പറ്റൂ? അപ്പം എന്നിട്ട് നിങ്ങളെന്താ പേര് പറയാഞ്ഞ ശ്രീവല്ലഭൻ്റെ? ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രീവല്ലഭൻ നിറഞ്ഞു നിൽക്കുന്ന ശ്രീവല്ലഭനാണ്. എന്നിട്ട് നിങ്ങൾക്ക് ശ്രീവല്ലഭൻ എന്ന പേര് മറന്നുപോയാൽ അങ്ങനെ മറക്കോ? ഇനി ശ്രീവല്ലഭൻ ആരാ? നമ്മുടെ ദേശദേവൻ. കറക്റ്റ്, ദേശദേവൻ. അപ്പോൾ ശ്രീവല്ലഭനെ മറക്കല്ല. എന്നും വൈകുന്നേരം ശ്രീവല്ലഭൻ്റെ നാമം ജപിക്കണം കേട്ടോ. ദേശദേവൻ സന്തോഷിച്ചാലേ നമുക്ക് നല്ലോണം പഠിക്കാൻ പറ്റൂ. നമുക്ക് നല്ലോണം പഠിക്കണ്ടേ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതിയാ? നീലാണ്ടൻ നടന്ന പോലെ നടക്കാനുള്ള ഉദ്ദേശം ഇവിടെ ആർക്കെങ്കിലും ഉണ്ട്? ആർക്കൊക്കെ ഉണ്ട് നീലാണ്ടൻ നടന്ന പോലെ നടക്കാൻ? കറങ്ങി നടക്കാനാ? അതെ, ഇരിക്കും എല്ലാവരും ഇരിക്കും. നിങ്ങൾ താമസിച്ചു. ഈ ബാലഗോകുലത്തിന്റെ ടൈമിൽ കറക്റ്റ് ടൈമിനെത്തണം. മലയാളം വായിക്കാനാ എന്ന് വെച്ചാ കുട്ടികളെയാ? അതിപ്പോൾ കുട്ടികൾ ചെല്ലുമ്പം അവിടെ വരും. പേരെഴുതി. അപ്പം നിങ്ങൾ ഇവർ സഹസ്രനാമം വായിക്കൂ? വലിയ ആൾക്കാർ സഹസ്രനാമം വായിക്കുന്നവർ, വായിക്കാൻ താല്പര്യമുള്ളവർ ആ പേര് കൊടുക്കണേ. ഓക്കെ. അപ്പം നമ്മൾ ഏതുവരെ പറഞ്ഞു നിർത്തിയത്? നമ്മൾ എവിടെ വരെയാണ് പറഞ്ഞു നിർത്തിയത്? ശ്രീവല്ലഭൻ്റെ അടുത്ത്. താമസിച്ച് വന്നവർക്ക് കൂടെ പറയാം. നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥ പുരുഷോത്തമാനന്ദ സ്വാമികളെ കുറിച്ചാണ്. പുരുഷോത്തമാനന്ദ സ്വാമികൾ, ഇതാണ് പുരുഷോത്തമാനന്ദ സ്വാമികൾ. പുരുഷോത്തമാനന്ദ സ്വാമികളുടെ വീടാണിത്. നമ്മൾ ഈ ഇരിക്കുന്നത് പുരുഷോത്തമാനന്ദ സ്വാമികളുടെ വീടാണ്. അതാണ് പുരുഷോത്തമാനന്ദ സ്വാമികളുടെ വീട്. ആ വീടിൻ്റെ പേരാണ് കുഴിപ്പറമ്പിൽ. കുഴിപ്പറമ്പിൽ. ആ വീട്ടിലെ ആളാണ് പുരുഷോത്തമാനന്ദ സ്വാമി. പുരുഷോത്തമാനന്ദ സ്വാമിയുടെ കുട്ടിക്കാലത്തെ പേരാണ് നീലാണ്ടൻ. ആ നീലാണ്ടൻ്റെ കഥയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നീലാണ്ടൻ അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പം പിന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ടും ഗുരുവായൂർ പോയി ശ്രീകൃഷ്ണനുമായിട്ടുള്ള അടുപ്പമുള്ളതുകൊണ്ടും എവിടെ പോയി? പിന്നീട് ഗുരുവായൂർ പോയ എവിടെയാ പോയ? പിന്നീട് ഏത് ഈശ്വരൻ്റെ അടുത്താണ് പോയത്? ശ്രീവല്ലഭൻ്റെ അടുത്ത്. അതെ. അപ്പം അങ്ങനെ എന്നും വൈകുന്നേരം 7 മണിയാവുമ്പം ശ്രീവല്ലഭൻ്റെ അടുത്ത് പോയി ഭാഗവതം വായിക്കാൻ തുടങ്ങി. നമ്മളിപ്പോൾ ഭാഗവത സത്രം നടക്കുന്നില്ലേ? നിങ്ങളാരെങ്കിലും ഭാഗവതം വായിക്കുമോ? വായിക്കുമോ? ആരൊക്കെ വായിക്കും? ആഹാ, എല്ലാവരും കൈ പൊക്കിയിരിക്കും. ഓക്കെ, കൈ താത്തിട്ട്. അപ്പോൾ ഭാഗവതം വായിക്കാം. അപ്പോൾ നീലാണ്ടനും ഭാഗവതം വായിക്കും, നല്ലോണം ഭാഗവതം വായിക്കും. നല്ല ഭജനയും പാടും, നല്ല ശബ്ദമാണ്. ഇപ്പം ഉറച്ച് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ദീപാരാധനയ്ക്ക് മുമ്പും ദീപാരാധന കഴിഞ്ഞും ഭാഗവതം വായിക്കുക, ഭജന പാടുക, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇവിടെ ഉള്ള ആളുകൾക്കൊക്കെ വലിയ ഇഷ്ടമായി ഇത് കേൾക്കാൻ. അപ്പം നീലാണ്ടൻ്റെ ഭാഗവത വായന കേൾക്കാനും ഭജന കേൾക്കാനും തിരുവല്ലയിലുള്ള ഈ മതിൽ ഭാഗത്തുള്ള എല്ലാവരും വൈകിട്ടാകുമ്പോൾ എവിടെ പോകും? ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ പോകും. അപ്പം ഇവിടുത്തെ പ്രായമായ അമ്മമാരുണ്ടായിരുന്നു. ഈ പ്രായമായ അമ്മമാർക്ക് എപ്പോഴും അവിടെ പോകാൻ പറ്റില്ല. അപ്പം അവർ പറഞ്ഞു, നീലാണ്ട അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീടുകളിൽ വന്ന് വായിക്കാൻ പറഞ്ഞു. അപ്പം നീലാണ്ടൻ എന്ത് ചെയ്യും? അവിടുത്തെ വായന കഴിഞ്ഞ് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഓരോ വീടുകളിലായിട്ട് വരും. ഇപ്പം ഇവിടെ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ്റെ വീട് ഊരയിൽ, ആ വീട്ടിൽ വായിക്കും. ഇങ്ങനെ ഇവിടെയുള്ള മാവേലി മഠം, പിന്നെ നല്ലൂപ്പറമ്പ്, ഇങ്ങനെ പല പല വീട്, ഇവിടെ ഈ ചുറ്റുപാടുമുള്ള എല്ലാ വീടുകളിലും അന്നത്തെ കാലത്തെ പഴയ തറവാടുകളിലെല്ലാം വന്ന് ഭാഗവതം വായിക്കും. അപ്പോൾ അമ്മമാർക്കത് അങ്ങനെയാണ് നമ്മുടെ നീലാണ്ടൻ ഇവിടെ ഒരു, നമ്മളിപ്പോൾ ഈ ബാലഗോകുലമൊക്കെ നടത്തി നമ്മൾ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്ന പോലെ നീലാണ്ടൻ ഇവിടെ എല്ലാ വീടുകളിലും നടന്ന് ഈശ്വരൻ്റെ നാമം ജപിക്കുകയും ഭജന പാടുകയൊക്കെ ചെയ്ത് അങ്ങനെ നീലാണ്ടൻ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇവിടെ പഠിക്കാനുള്ള സൗകര്യമില്ല. അപ്പം തിരുവല്ലയിൽ നിന്ന് കുറേ ചെറുപ്പക്കാർ പഠിക്കാനായിട്ട് മദ്രാസിൽ പോയി. ഇന്ന് UK അല്ലേ പോണത്, അല്ലേ? ഇന്നെല്ലാവരും UK പോകുന്നത്. അന്ന് UK ആരും പോവില്ല, മദ്രാസിൽ പോകും. ഇന്നത്തെ ചെന്നൈ, അന്നത്തെ പഴയ ഇന്നത്തെ ചെന്നൈ എന്ന് കേട്ടിട്ടില്ലേ? ചെന്നൈ എന്ന് എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ. ചെന്നൈയുടെ പഴയ പേരാണ് മദ്രാസ്.
എല്ലാ മദിരാശി എന്നാണ് ശരിക്കും പറഞ്ഞത്, മദിരാശി. അപ്പം ഇവിടുന്ന് ചെറുപ്പക്കാരെല്ലാവരും കൂടെ മദിരാശിയിൽ പോയി. അങ്ങനെ മദിരാശിയിൽ പോയി പഠിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ഒരു ശ്രീരാമകൃഷ്ണ ആശ്രമം ഉണ്ടായി. ഇവിടുത്തെ ശ്രീരാമകൃഷ്ണ ആശ്രമം അറിയാമോ? ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ, അവിടുത്തെ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഈ ചെറുപ്പക്കാരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോവും. അങ്ങനെ എല്ലാ ഞായറാഴ്ചകളിലും ആ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ ഭജനയും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായിട്ട് അവിടുത്തെ സ്വാമി നടത്തും. ഈ ചെറുപ്പക്കാർ ഇതെല്ലാം കേട്ട് പഠിച്ചു കഴിഞ്ഞ്, പഠിത്തം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്കിവിടെയും അതേപോലെ ശ്രീരാമകൃഷ്ണ ഒരു ഭജന സംഘം ഉണ്ടാക്കണം. അവിടെ മദിരാശിയിൽ ചെയ്ത പോലെ, ചെന്നൈയിൽ ചെയ്ത പോലെ നമുക്കിവിടെയും ഒരു ഭജന സംഘം ഉണ്ടാക്കണം. അങ്ങനെ തിരുവല്ലയിൽ ഒരു ഭജന സംഘം ഉണ്ടാക്കി, ചെറുപ്പക്കാരെല്ലാം കൂടെ. പക്ഷേ ഒരു കുഴപ്പം പറ്റിയതെന്ന് വെച്ചാൽ ഈ ഭജന സംഘത്തിൽ വരാൻ ആളില്ല. ചെറുപ്പക്കാരൊക്കെ കുറച്ച് 4-5 ചെറുപ്പക്കാർ ചേർന്ന് സംഘടിപ്പിച്ചു. പക്ഷെ എന്ത് പറ്റി? ആരും വരാനൊന്നുമില്ല, ഇത് കേൾക്കാനോ കൂടാനൊന്നും ആരും വരാൻ. ഇവരെല്ലാം ഞായറാഴ്ചയുമാണ് ചെയ്തത്. നമ്മളിപ്പോൾ ഈ ഞായറാഴ്ചയല്ലേ, ഇതേപോലെ അവരും ഞായറാഴ്ചയാണ് ചെയ്തത്. ഇവിടെ എല്ലാ കാലത്തും ഇതുണ്ടായിരുന്നു. ഞാനിത് പറയുമ്പോൾ ഏകദേശം 125 വർഷം മുമ്പുള്ള കഥയാണെന്ന് ഓർക്കണം. അപ്പോൾ അത്രയും പഴയ കഥയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ചെറുപ്പക്കാരെല്ലാം കൂടെ ഇതേപോലെ ഞായറാഴ്ച കൂടാൻ നോക്കിയപ്പോൾ ആളുകൾ അധികം വരുന്നില്ല. അപ്പോൾ അന്നത്തെ കാലത്ത് കോടതിക്ക് ഇന്നും കോടതി എന്ന് കേട്ടിട്ടില്ലേ? കോടതി ഓർഡർ ഇറക്കും. കോടതിക്ക് നല്ല പവറാണ്, അത് ഇന്നും നല്ല പവറാണ് ഇല്ലേ? കോടതി ഓർഡർ ഇറക്കുന്നു കേട്ടിട്ടില്ലേ? കോടതിയുടേത് കേട്ടിട്ടില്ലേ? അന്ന് മുൻസിഫ് എന്നാണ് പറയുന്നത്. ജഡ്ജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇപ്പം ജഡ്ജ്. അതേപോലെ അന്നത്തെ കാലത്ത് മുൻസിഫ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ മാവേലി മഠം എന്നുള്ള വീട് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു വീട്ടുപേര്. അവിടെ ഒരു മുൻസിഫ് ഉണ്ടായി. ആ മുൻസിഫിൻ്റെ പേരായിരുന്നു നാരായണപിള്ള. നാരായണപിള്ള ഒരു ഓർഡർ ഇട്ടു, ഞായറാഴ്ച എല്ലാവരും ഇവിടെ വന്നിരിക്കണം. ഓർഡറാണ്, ഇല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, പിടിച്ച് അകത്തിടും. അകത്തിടും, നിർബന്ധപൂർവ്വം വന്നിരിക്കണം. അപ്പോൾ എല്ലാവരും വരാൻ തുടങ്ങി. അപ്പം നിറച്ച ആളായി. അപ്പം ഞായറാഴ്ച വെറും നിറച്ച ആൾ വന്നു. കാര്യം പേടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം നിങ്ങളെല്ലാം പിടിച്ചകത്ത് അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പേടിച്ചു പോകില്ലേ? അതേപോലെ പേടിച്ചു വന്നിരുന്നു. അപ്പം അങ്ങനെ കഴിഞ്ഞപ്പോൾ ഈ നാരായണപിള്ളയ്ക്ക് വന്നാൽ അത് ശരിയല്ല. ഇങ്ങനെ പേടിപ്പിച്ച ആളുകൾ വരണത് ശരിയല്ല. ആളുകൾ ഇഷ്ടത്തിന് വരണം. എന്നാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലല്ലേ ഇവിടെ വരാൻ പറ്റൂ. നിങ്ങളെ തല്ലുമെന്നും പറഞ്ഞ് ഇവിടെ വരാൻ ആരെങ്കിലും വരുമോ? നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ നല്ല അടി കിട്ടും എന്ന് പറഞ്ഞാൽ ആരും വരില്ല. അങ്ങനെ വരണത് ശരിയല്ലല്ലോ. അപ്പം നാരായണപിള്ളയ്ക്ക് വന്നാൽ അത് ശരിയല്ല. ആളുകൾക്ക് ഇഷ്ടത്തിന് വരണം. അപ്പം ഇഷ്ടത്തിന് വരാൻ എന്ത് ചെയ്യണം? കേൾക്കാൻ ഇഷ്ടമുള്ളത് എന്തെങ്കിലും അവിടെ ഉണ്ടാവണം, എങ്കിലല്ലേ ആളുകൾ കേൾക്കാൻ വരൂ. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു? അതിനെന്താണ് കണ്ടുപിടിച്ച ഇന്ന് നമ്മുടെ നീലാണ്ടൻ്റെ ഭജനയും ഭാഗവത വായനയും കേൾക്കാൻ ആൾ വരും. അങ്ങനെ നീലാണ്ടനെ വരുത്തി. നാരായണപിള്ള മുൻസിഫ് നീലാണ്ടനെ വരുത്തിയിട്ട് പറഞ്ഞ്, അടുത്ത ഞായറാഴ്ച മുതൽ ഇവിടെ ഭാഗവതം വായിച്ചോണം എന്ന് പറഞ്ഞു. അപ്പം നീലാണ്ടൻ സമ്മതിച്ചു. അങ്ങനെ നീലാണ്ടൻ വന്ന് ഭാഗവതം വായിച്ചപ്പോഴേക്കും ആളുകളെല്ലാം കൂടാൻ തുടങ്ങി. അങ്ങനെ നമ്മുടെ ഈ മതിൽ ഭാഗത്ത് ധാരാളം ആളുകൾ വന്നു. അവർക്കൊക്കെ ഭാഗവതം മനസ്സിലായത്. ഇപ്പോൾ ഇന്നും ഭാഗവതം നടക്കുന്നുണ്ട് ഇല്ലേ? കോന്നംകുളങ്ങര അമ്പലത്തിൽ ഭാഗവതം നടക്കുന്നുണ്ട്. അതേപോലെ ഭാഗവത വായന ഇവിടെ ഗംഭീരമായിട്ട് അങ്ങ് നടന്നു. അങ്ങനെ ഗംഭീരമായിട്ട് നടന്ന സമയത്ത് എല്ലാവർക്കും നല്ല ഈശ്വര വിചാരമുണ്ടായി. ഇവിടെയൊക്കെ നല്ല ഈ നാട് നല്ലോണം വളരാൻ തുടങ്ങി. ഇവിടെയുള്ള കുട്ടികളൊക്കെ നല്ലോണം പഠിക്കാൻ തുടങ്ങി. എല്ലാവർക്കും ധാരാളം സമ്പത്ത് കിട്ടാൻ തുടങ്ങി. വീടുകളിലൊക്കെ നല്ല ഐശ്വര്യം വന്നു. അപ്പം നാമം ജപിച്ചാലേ എന്ത് സംഭവിക്കുകയുള്ളൂ? ഐശ്വര്യം വരുള്ളൂ. ഈശ്വരനാമം ജപിക്കണം എന്നും. എല്ലാ വീടുകളിലും ഈശ്വരനാമം കൃത്യമായി ജപിച്ചാൽ എന്തുണ്ടാവും? ഐശ്വര്യം ഉണ്ടാകും. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താ? ഐശ്വര്യ റോയ്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ധാരാളം സമ്പത്ത്, ധാരാളം അറിവ്, ധാരാളം അസുഖമില്ലാതിരിക്കൽ, ആരോഗ്യം, നല്ല ആരോഗ്യം. നമ്മുടെ വീടൊക്കെ എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. വേണ്ടേ? നമ്മുടെ വീടുകൾ എപ്പോഴും സന്തോഷമായിട്ടിരിക്കണ്ടേ? നമ്മുടെ വീടുകളെല്ലാം സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ അവിടെ നാമം ജപിക്കണം, ഭഗവാന്റെ നാമം ജപിക്കണം. അപ്പോൾ ഭഗവാൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റുന്നത്. ഈ ഭഗവാൻ ഇപ്പോൾ സുന്ദരനായില്ലേ? നേരത്തെ പോലെ അല്ലല്ലോ ഭഗവാൻ. അപ്പോൾ ഭഗവാൻ അത് പറഞ്ഞു, എന്നെ ഒന്ന് സുന്ദരനാക്കാൻ പറഞ്ഞു. അങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയി ഞങ്ങൾ സുന്ദരനായിട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? നല്ല ഡ്രസ്സൊക്കെ ഇടിച്ചു, നല്ല സ്വർണ്ണ കിരീടമൊക്കെ വെച്ചു. ഭഗവാനിപ്പോൾ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, എന്നാലും ഒരു ചെറിയ
വിഷമമുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ പോലെയാണ്, എന്തോ ഒരു വിഷമമുണ്ടല്ലോ മനസ്സിൽ, ഇല്ലേ? മുഖത്തൊരു വിഷമം തോന്നല്ലേ? അതെന്തെന്ന് മനസ്സിലായ? എന്താണ് ആ വിഷമത്തിന്റെ കാരണം എന്ന് മനസ്സിലായ? നിങ്ങൾ ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്കാൻ വന്നോ? നിങ്ങൾ വരുമ്പോൾ എന്തെങ്കിലും കിട്ടുമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു, മുട്ടായിയോ എന്തെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് വിചാരിച്ചത്. അപ്പൊ അടുത്ത തവണ പോലും നിങ്ങൾ വരുമ്പോൾ ഉണ്ണികൃഷ്ണൻ എന്തെങ്കിലും കൊണ്ടു കൊടുക്കും. ഒരു മുട്ടായി ആയാലും മതി, കൊണ്ടുവരുമോ? അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലും കുറച്ച് അവലോ അല്ലെങ്കിൽ മുട്ടായിയോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തായാലും മതി, ഒരെണ്ണം മതി, ഒരു മുട്ടായിയൊക്കെ മതി, വലിയ വിലയുള്ളതൊന്നും വേണമെന്നില്ല. ആ പൂവൊന്നും വേണ്ട ഉണ്ണികൃഷ്ണന്. നിങ്ങൾക്ക് പൂ തന്നാ മതിയാ? 3 നേരം മതിയാ? വീട്ടിൽ ഉച്ചയ്ക്ക് രാവിലെ ഒരു പാത്രം പൂവ്, ഉച്ചയ്ക്ക് ഒരു പാത്രം പൂവ് മതിയാ? പൂവൊന്നും ഇവിടെ ആർക്കും വേണ്ട. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴിക്കാനുള്ളതിന്റെ കുറച്ച് കൊണ്ടു കൊടുക്കണം, ഒരുപാടൊന്നുമല്ല കേട്ടോ. ലൈസ് മതി, ലൈസ്. ആലപ്പുഴയിൽ ഒരു 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 ഗണപതിയാണെന്ന് തോന്നുന്നു. ആലപ്പുഴയിൽ ഒരു ഗണപതിയുണ്ട്, ഒരു ഗണപതി അമ്പലം. ആ ഗണപതിയുടെ പേരെന്താണെന്ന് അറിയാമോ? മഞ്ച് ഗണപതി. കാരണം അവിടെ നിവേദ്യം മഞ്ചാണ്, മറ്റേ ചോക്ലേറ്റ് ഇല്ലേ, മഞ്ച്. ആ മഞ്ചാണ് നിവേദ്യം. കുട്ടികൾ ഇങ്ങനെ മഞ്ച് മേടിച്ചു കൊണ്ട് കൊടുക്കുകയാണ് അവിടെ. എന്തോരം മഞ്ചാണെന്നറിയാം അവിടെ. അങ്ങനെ മഞ്ച് ഗണപതി, മഞ്ച് ഗണപതി എന്നാണ് പറയുന്നത്. കുട്ടികൾ പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ മഞ്ച് കൊണ്ട് കൊടുക്കും ഗണപതിക്ക് എല്ലാവരും. അപ്പൊ ഉണ്ണികൃഷ്ണന് മുട്ടായും മധുരമുള്ള അതുപോലുള്ള സാധനം കഴിക്കാനെന്തെങ്കിലും കൊടുക്കണം, അല്ലാതെ പൂവും കായും ഒന്നും കൊണ്ട് കൊടുത്താൽ ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇപ്പൊ ഇങ്ങനെ അതാണ് ഈ വിഷമം. ഇത്രയും പേര് വന്നിട്ട് ഒന്ന് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചില്ല. സുന്ദരനായിട്ട് വന്നിരിക്കും. അത് പഴയ പോലെയാണ്, നല്ല മഞ്ഞ ഉടുപ്പ്, നല്ല തെരിയം, നല്ല സ്വർണം ഒക്കെ ഇട്ട് നല്ല ഭംഗിയായി. പക്ഷെ പട്ടിണിയാണ്. അതുകൊണ്ട് നമുക്ക് അടുത്ത തവണ പട്ടിണിക്കിടരുത് ഉണ്ണികൃഷ്ണനെ. അപ്പൊ ഇതേപോലെ നമ്മുടെ നീലാണ്ടൻ എല്ലാ വീടുകളിലും ഈ ഭജന നടത്തുമ്പോൾ അവിടെ ആളുകൾ എന്ത് ചെയ്യും? ചെറിയ ചെറിയ കുറച്ച് പായസം, അന്നത്തെ കാലത്ത് പായസം അല്ലെങ്കിൽ ഉണക്കലരിച്ചോറിൻ്റെ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കഴിക്കാനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാവരും പങ്കിട്ട് അതെല്ലാം പ്രസാദമായിട്ട് കഴിയും. മുട്ടായി മതി, മുട്ടായി ഒരു മുട്ടായിയൊക്കെ മതി. എന്നിട്ട് പശുവിന് ഇപ്പൊ എന്ത് കൊടുക്കും? പുല്ലല്ലേ കൊടുക്കാൻ പറ്റൂ? അതൊരു നല്ല ചോദ്യമായിരുന്നു. അതാ നമ്മൾ മറന്നുപോയി പശുവിന്റെ കാര്യം. പശു പിറകെ നിൽക്കുന്ന കാര്യം ഞാനും വിട്ടുപോയി കേട്ടോ. വൈക്കോലായാലും മതി, പുല്ല് മതി. വൈക്കോല് വേണ്ട, പുല്ല് മതി. പുല്ല് മതി. പുല്ല് മാത്രം ആവരുത്, കൃഷ്ണനുള്ളത് കൂടെ വേണം കേട്ടോ. അല്ലെങ്കിൽ പുല്ല് നമ്മൾ തിന്നേണ്ടി വരും പങ്കിട്ട്. അപ്പൊ അടുത്ത തവണ നമുക്ക് അത് ചെയ്യണം. അപ്പൊ അങ്ങനെ നീലാണ്ടൻ ഇത് ഗംഭീരമായിട്ട് ഈ പരിപാടി ഇതേപോലെ ഒന്നിച്ചുകൂടി ഭജന പാടി ഇതുപോലെ അന്നത്തെ കാലത്തുള്ള കഴിക്കാനുള്ളതെല്ലാം കൂടെ കൊണ്ടുവന്ന് അങ്ങനെ ഭംഗിയായിട്ട് ഇവിടെ എല്ലാ വീടുകളിലും സന്തോഷവും, എല്ലാ വീടുകളിലും കുട്ടികൾക്കൊക്കെ നല്ല മാർക്ക്, എല്ലാവരും നല്ല നല്ല പരീക്ഷകളൊക്കെ പാസ്സായി വലിയ വലിയ കുട്ടികളായി. അവരുടെയൊക്കെ മക്കളാണ് ഈ ഇരിക്കുന്നത് നമ്മൾ, അല്ല വേറെ ആളുകളൊന്നും അല്ല അവര്. നിങ്ങളുടെയൊക്കെ അമ്മയുടെ അച്ഛൻ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛൻ, അങ്ങനെയുള്ള അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും കാര്യമാണ് ഈ പറയുന്നത്. അന്ന് നിങ്ങളുടെ അമ്മൂമ്മമാരൊക്കെയാണ് ഇതേപോലെ ഇരുന്നത്. ഇതൊക്കെ നാളെ അപ്പൂപ്പനാവും. അപ്പൊ പറയും ഇങ്ങനെ പുരുഷോത്തമാന്റെ ആശ്രമത്തിൽ ചെന്നിരുന്നാണ് ഞാൻ ഇങ്ങനെ ആയെന്ന് പറയോ? അവൻ ഏറ്റിട്ടുണ്ട്. പറയണം. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത്രയും ഭംഗിയായിട്ടൊക്കെ കൂടാൻ പറ്റിയത്. അപ്പൊ ആ പുരുഷോത്തമൻ സ്വാമി നല്ല ഒരു സ്വാമിയല്ലേ? പുരുഷോത്തമൻ സ്വാമി പിന്നെ എവിടെ പോയി? അവസാനം സന്യാസിയായി, കാട്ടിലാണ് പോയത്. സന്യാസിയായി വസിഷ്ഠ ഗുഹയിലേക്ക് പോയി. വസിഷ്ഠ ഗുഹ എന്ന് പറയുന്നത് ബദരീനാഥിൽ നിന്ന് അല്ലെ, ബദരീനാഥിലേക്ക് പോകുന്ന വഴി. ബദരീനാഥ് എന്ന് പറയും ഹിമാലയത്തിന്റെ താഴെയാണ് ആ സ്ഥലം. ഋഷികേശ് ഹിമാലയത്തിന്റെ അവിടെ. അദ്ദേഹം ഏതാണ്ട് അദ്ദേഹത്തിന്റെ 40 മുതൽ 80 വയസ്സ് വരെയുള്ള കാലഘട്ടം, 40 കൊല്ലത്തും അദ്ദേഹം ഋഷികേശിലിരുന്ന് അവിടെയാണ് സമാധിയായത്. തിരിച്ച് നാട്ടിലേക്ക് വന്നില്ല, അവിടെ തന്നെ സമാധി. പക്ഷെ അദ്ദേഹത്തിന്റെ വീടും ഈ ആശ്രമമൊക്കെ ഇപ്പൊ ഭംഗിയായിട്ട് ഇവിടെ നമുക്കൊക്കെ പഠിക്കാനും അറിയാനും ഒക്കെ ആയിട്ട് ഇവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഇടയ്ക്കെങ്കിലും വരണം. ഇവിടെ വന്ന് നമ്മുടെ പുരുഷോത്തമാനന്ദ സ്വാമിയെ വന്ന് കണ്ട് തൊഴണം.
നമ്മുടെയൊക്കെ മുതുമുത്തച്ഛനായ അപ്പൂപ്പനാണ്. മനസ്സിലായില്ലേ? നമ്മുടെയൊക്കെ അപ്പൂപ്പനാണിത്. നമ്മുടെ എല്ലാവരുടെയും, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന എല്ലാ നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാരുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന, നമുക്കൊക്കെ അപ്പൂപ്പനെന്നോ അമ്മൂമ്മയെന്നോ അപ്പൂപ്പൻ എന്നൊക്കെ പറയാവുന്ന അത്രയും സ്ഥാനവും അടുപ്പമുള്ള ആളാണ്. അപ്പോൾ ഒരു അപ്പൂപ്പനും നിങ്ങൾ നിങ്ങളുടെ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർക്ക് വലിയ സന്തോഷമാവില്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ ഉള്ളവർ എത്ര പേരുണ്ട്? ഇല്ലേ? അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ താമസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാവരുടെയും മിക്കവാറും പേരുടെ കൂടെ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ട്. ഓക്കെ ഓക്കെ, അത് ശരി. അപ്പം അവർ ആ അപ്പൂപ്പനും അമ്മൂമ്മയും സന്തോഷിക്കുന്ന കാര്യങ്ങൾ വേണം നമ്മൾ ചെയ്യാൻ. അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. വലിയൊന്നും ചെയ്യണ്ട, അവരുടെ അടുത്ത് ചെന്നിരിക്കുക. അപ്പം അവർ ഈ കഥയൊക്കെ പറഞ്ഞു തരും. ഞങ്ങൾ പണ്ട് ഇതേപോലെ വന്നിരുന്നപ്പോൾ വേണ്ട കയ്യും പൊക്കി ഇങ്ങോട്ട് കൈതാ. ഞങ്ങളിങ്ങനെ അവിടെ ചെന്നിരുന്നപ്പോൾ ഉള്ള കഥകളൊക്കെ അവർ കഥ പറഞ്ഞു തരൂലേ? അവരോട് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കഥ പറഞ്ഞു തരാൻ പറഞ്ഞു, ഈ ചുറ്റുപാടുമുള്ള കഥകളൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു. ഇവിടെയുള്ള പല കഥകളും നമുക്ക് ഈ നാട്ടിൽ ഒരുപാട് കഥയുള്ള നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. ഈ നാടിൻ്റെ പഴയ പേരെന്താണെന്ന് അറിയാമോ? ആദ്യത്തെ പേര് എന്തായിരുന്നു? നമ്മൾ ഈ നാടിൻ്റെ ആദ്യത്തെ പേര് അല്ല, അത് പിന്നീട് വന്നതാണ്. അത് ശ്രീവല്ലഭൻ വന്നതിന് ശേഷമാണ് തിരുവല്ല എന്ന് വന്നത്. അതിനും മുമ്പ് ഈ നാടുണ്ട്, അതിനു മുമ്പ് നാടുണ്ടല്ലോ. അപ്പോൾ ഈ നാടിൻ്റെ പേരെന്തായിരുന്നു? ഈ നാടിൻ്റെ പേര് മല്ലികാവനം എന്നായിരുന്നു. മല്ലികാവനം. ഇത് കാടായിരുന്നു, വലിയ കാടും പ്രദേശങ്ങളും ഒക്കെ ആയിരുന്നു. ഇത് ധാരാളം കാടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ തോലശ്ശേരി എന്ന് പറയുന്ന, തോലശ്ശേരി എന്ന് കേട്ടിട്ടില്ലേ? അതൊരു മല പോലെ ഇങ്ങനെ കുന്ന്, അവിടെയൊക്കെ കാടായിരുന്നു. അതിലൊന്നും മനുഷ്യർ സഞ്ചരിക്കില്ലായിരുന്നു. ഇവിടെയൊക്കെ ആളുകളൊന്നും ഇല്ല അധികം, വളരെ അപൂർവം കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്നുള്ളതല്ലാതെ ഇവിടെയൊന്നും അധികം ആളുകളില്ലായിരുന്നു. പിന്നീടാണ് പതുക്കെ പതുക്കെ ആളുകളൊക്കെ ഇവിടെ വന്ന് പതുക്കെ പതുക്കെ ഈ മല്ലികാവനം നല്ല സ്ഥലമാണെന്ന് മനസ്സിലായി. അങ്ങനെയല്ലേ ആളുകൾ വരിക. അങ്ങനെ ആളുകളൊക്കെ വന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തൊക്കെ വന്ന് താമസമായപ്പോഴാണ് ഇവിടെ ഒരിക്കൽ അറിഞ്ഞുകൂടെ, ശങ്കരോത്തമ്മയുടെ കഥ നിങ്ങൾക്ക് അറിയില്ലേ? അപ്പം ശങ്കരോത്തമ്മയെ പോലുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് ആരിവിടെ വന്നത്? ശങ്കരോത്തമ്മയ്ക്ക് വേണ്ടിയാണ് ആദ്യമായിട്ട് ഇവിടെ ആര് വന്നത്? ശ്രീവല്ലഭൻ വന്നത്. അതിന് ശേഷമാണ് ശ്രീവല്ലഭൻ വരുന്നത്. അപ്പം ശങ്കരോത്തമ്മ അതിനു മുമ്പുണ്ട്, ശ്രീവല്ലഭൻ പിന്നീടാണ് വരുന്നത്, അല്ലേ? അതാണ്. അപ്പം അങ്ങനെ ശ്രീവല്ലഭൻ വരുന്നു. അപ്പം ശ്രീവല്ലഭൻ വരണമെങ്കിൽ ആ നാട്ടിൽ ഈ നാട്ടുകാരെത്രമാത്രം നല്ലവരായിരിക്കണം, അവരെത്രമാത്രം ഈശ്വര വിചാരം ഉണ്ടായിരിക്കണം, എങ്കിലല്ലേ ഈശ്വരൻ വരുള്ളൂ, അല്ലേ? അപ്പം നമ്മുടെ വീടുകളിലെല്ലാം എപ്പോഴും അത് ഓർക്കണം. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രീവല്ലഭൻ എപ്പോഴത്തെ പേര് ചോദിച്ചപ്പോൾ മറന്നുപോയി. നമ്മുടെ ദേശദേവൻ ആരാന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അറിയാഞ്ഞിട്ടല്ല, പെട്ടെന്ന് ഓർമ്മ വന്നില്ല. അങ്ങനെ വരുന്നത് നമ്മുടെ ദേശദേവനാണ് ശ്രീവല്ലഭൻ. അപ്പോൾ ശ്രീവല്ലഭനെ എന്നും വൈകുന്നേരം ശ്രീവല്ലഭൻ്റെ പേര് നാമം ജപിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഐശ്വര്യം ഉണ്ടാകും. അപ്പം ഇന്ന് ആ നീലകണ്ഠൻ എന്ന് പറഞ്ഞ ആളുടെ കഥ നല്ല കഥയല്ലേ? ഇവിടെ വന്നിരുന്ന് നമുക്കത് പറയാൻ പറ്റി എന്നുള്ളത് വലിയ കാര്യമാണ്, ചെറിയ കാര്യമല്ല, വലിയ അനുഗ്രഹമാണ്. എങ്ങനെ? ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു പെട്ടുപോയി എന്ന് പറയായിരിക്കും. ഞങ്ങൾ പെട്ടുപോയി എന്ന് പറയാണെന്ന് വിചാരിച്ചത്. പിന്നെ ആളുകൾ വരുന്നേ ഉള്ളൂ, അവരടുത്ത സെഷനിൽ കഥ കേട്ടോളൂ. അപ്പൊ ഇനി നമുക്ക് അടുത്ത തവണ വേറെ ഒരു കഥ പറയാം. അപ്പൊ ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ, നീലാണ്ടന്റെ കഥ. ഓക്കെ, അപ്പൊ ശരി.